ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നോ? ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യങ്ങൾ തലേന്ന് പല യൂട്യൂബ് ചാനലുകളിലും വന്നു എന്ന് അധ്യാപകർ പരാതിപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ യൂട്യൂബ് ചാനൽ നോക്കിയിരിക്കുകയാണ്, എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് പ്രെഡിക്റ്റ് ചെയ്യും, അത് അതേപോലെ വരുന്നുണ്ട്. 40ഓളം മാർക്കുകൾ 50ഓളം മാർക്കൊക്കെ ഓരോ പരീക്ഷയ്ക്കും തലേ ദിവസം പല യൂട്യൂബ് ചാനലുകളിൽ നിന്ന് ലഭിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. എങ്ങനെയാണ് ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നത്? ഇത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണല്ലോ. ആ ചോരുന്ന വഴിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു അൺലേൺ വിത്ത് അജ്മൽ. നമ്മുടെ യൂട്യൂബ് ചാനൽ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഗൗരവമേറിയ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികൾ തലേ ദിവസമാണ് പഠിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തിനാണ് തലേ ദിവസം പഠിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നത് തലേ ദിവസം പഠിച്ചാൽ മതി, കാരണം എല്ലാ യൂട്യൂബ് ചാനലുകളിലും ചോദ്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ചോദ്യങ്ങൾ എങ്ങനെയോ ചോർന്നുകൊണ്ട് പല യൂട്യൂബ് ചാനലുകൾക്കും വ്യക്തികൾക്കും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ട്യൂഷൻ സെൻറ്റേഴ്സിനും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇത് മാത്രം നോക്കി പഠിക്കാവുന്ന അവസ്ഥ മതി. അതോട് കുട്ടിയുടെ പഠനത്തിലുള്ള ഗൗരവം കുറയുന്നു. അതുകൊണ്ട് പരീക്ഷയ്ക്ക് കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നു, അതേപോലെ തന്നെ ചോദ്യപേപ്പർ ചോരുന്നു എന്നെല്ലാമാണ് പല ആളുകളും ആക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിഹിതമായ മാർഗത്തിൽ ചോദ്യപേപ്പർ ചോർത്തുന്നത് ആരാണ്? ഇതാണ് ഇവിടുത്തെ ഏറ്റവും കീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു വിഷയം, 7ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് കഴിഞ്ഞാൽ 7ൽ നിന്ന് 8ലോട്ടോ 8ൽ നിന്ന് 9ലോട്ടോ പല കുട്ടികളും CBSE അല്ലെങ്കിൽ IGCSE ICSE സിലബസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറും. ഇത് മാറാനുള്ള കാരണം എന്താണ്? വളരെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താ മാറാനുള്ള കാരണം? എല്ലാവരും പറയുന്ന കാര്യം, ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം. അതെന്താ മാർക്ക് കിട്ടാൻ കാരണം? അല്ല, മാർക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് +1 +2 നല്ല അഡ്മിഷൻ കിട്ടുള്ളൂ. എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത്? അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി എളുപ്പമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്താ പറയുക, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കുറച്ചും കൂടി നന്നായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലിബറൽ വാല്യുവേഷനാണ്. പച്ച എന്നാണ് ഉത്തരമെങ്കിൽ പൂച്ച എന്ന് എഴുതിയാൽ രണ്ടിനും ചാ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് 1 മാർക്കിന് പകരം 1/2 മാർക്ക് 2 ആയാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറുന്നത്. ഇനി 2018ലും ഇതേപോലെ ഒരു വിവാദം വന്നിരുന്നു, ചോദ്യപേപ്പർ ചോർന്നു എന്ന വിവാദം വരികയും അങ്ങനെ പ്രിന്റിങ്ങും അതേപോലെ വിതരണം ഇങ്ങനത്തെ പല ഏരിയകളും പരിശോധിച്ച് അവസാനം ആളുകൾക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? അവസാനം മനസ്സിലായത് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറും അതേപോലെ ചോദ്യബാങ്കും വിശകലനം ചെയ്തപ്പോൾ ഇവിടെ എന്താ പറയുക, വരാൻ സാധ്യതയുള്ള ഒരു വിഭാഗം ചോദ്യങ്ങൾ കുട്ടികൾ പ്രവചിച്ചു, ജീനിയസുകളായ കുട്ടികൾ പ്രവചിച്ചു എന്നുള്ളതാണ് അന്ന് മനസ്സിലായത്. അങ്ങനെയാണ് അന്നത്തെ അന്വേഷണം ക്ലോസ് ചെയ്തത്. അപ്പോൾ എന്താ പ്രശ്നം എന്നുള്ളത്, ഇവിടെ ആരെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ചോദ്യപേപ്പർ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നതല്ല. ബട്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ റിയലി പ്രെഡിക്റ്റബിൾ. ഓക്കെ, എന്താണ് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിയുള്ള ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് വളരെ വലിയ സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന, ഈ ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക, എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ പരീക്ഷകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. കാരണം കഴിഞ്ഞ വർഷം 40,000 ആളുകൾക്കാണ് മുഴുവൻ A+ കിട്ടിയത്. 4-5 വർഷം മുമ്പ് 10,000 ആൾക്കാരായിരുന്നു. എങ്ങനെയാണ് ഇത് ഒറ്റയടിക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഒറ്റയടിക്ക് ഉയരുകയാണോ ചെയ്തത്? അല്ല, നേരെ മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴെ പോകുന്നു എന്നുള്ള പരാതിയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, ചോദ്യ പേപ്പർ ഈസ് എക്സ്ട്രീംലി പ്രെഡിക്റ്റബിൾ. ഈ SLC പരീക്ഷയാവട്ടെ, അരക്കൊല്ല ക്രിസ്മസ് പരീക്ഷയാവട്ടെ, എന്തെല്ലാമാണ് ചോദിക്കുക എന്നുള്ളത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിയാൽ ആർക്കും മനസ്സിലാവും. ഇന്നൊന്ന് ഏരിയകളിൽ നിന്നാണ് ചോദ്യം വരിക, അത് ഇന്നൊന്ന് രീതിയിൽ ചോദിക്കാനാണ് സാധ്യത, അതിന് ഇന്നൊന്ന രീതിയിലാണ് ഉത്തരം എഴുതേണ്ടത്. വളരെ പ്രെഡിക്റ്റബിൾ ആണ്. രണ്ടാമത്തത് ലിബറൽ വാല്യുവേഷനാണ്. ഇനി നിങ്ങൾ എന്ത് ഉത്തരം എഴുതിയാലും നേരത്തെ പറഞ്ഞ പോലെ 1 മാർക്കിന് ചോദ്യത്തിന് 1/2 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ആ മാർക്ക് കിട്ടാനുള്ള വഴികൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഉന്നയിച്ചത് ഇതേ ഒരു വിമർശനമാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിച്ചു, അല്ലേ? അദ്ദേഹം എന്തൊക്കെയോ തോന്നിയാസം പറഞ്ഞ പോലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, വാരിക്കോരി മാർക്ക് കൊടുക്കുന്ന സമ്പ്രദായമാണ്. ഇതിന് എന്തിനാണ് എന്താ പറയുക ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുകയല്ലാതെ എന്ത് കാര്യമാണ് ഇതിലുള്ളത്? എന്തിനാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. സാധാരണ പരീക്ഷ നടത്തുന്നതൊക്കെ എന്തിനാണ്? സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകും പരീക്ഷ നടത്തുന്നത് ഒരു കുട്ടിയെ അസസ് ചെയ്യാനും, അസസ് ചെയ്തിട്ട് അവൻ എന്തിനാണ് ബെസ്റ്റ്, അവൻ എന്തിനാണ് മോശം എന്ന് മനസ്സിലാക്കാനും, ഈ മോശമുള്ള കാര്യത്തിൽ അവൻ ഇമ്പ്രൂവ് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ബെസ്റ്റ് ആക്കണമെങ്കിൽ അത് നിലനിർത്തണമെങ്കിൽ അതിലൊരു അപ്രീഷിയേഷൻ കൊടുക്കാനും നിലനിർത്താനും, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാവരും പരീക്ഷ നടത്താറുള്ളത്. നമ്മൾ പരീക്ഷ നടത്തുന്നത് എല്ലാവരും ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ പരീക്ഷ നടത്തുന്നതിൻ്റെ
കേരള സിലബസ് പരീക്ഷകളുടെ ഒരു ആകത്തുക ഇതാണ്. അതെന്തിനാണ് ഹാപ്പി ആക്കുന്നത്? അങ്ങനെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയാൽ കുട്ടികൾ ഹാപ്പിയാണ്, A+ കിട്ടിയാൽ പാരൻസ് ഹാപ്പിയാണ് അല്ലേ? കുട്ടികളുടെ ഫോട്ടോ ഒക്കെ സ്കൂളിന് മുമ്പിൽ ഫ്ലക്സിൽ വെക്കും, അല്ലെങ്കിൽ പത്രത്തിൽ വരും. അപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് ഹാപ്പിയാണ്, അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഹാപ്പിയാണ്, സമൂഹം മൊത്തത്തിൽ ഹാപ്പിയാണ്. 99.95% വിജയം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഹാപ്പിയാണ്. ഇങ്ങനെ ഹാപ്പിനെസ് മാക്സിമൈസ് ചെയ്യുക. മാത്തമാറ്റിക്സിൽ ഹാപ്പിനെസ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ മാക്സിമൈസ് ചെയ്യാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ആക്ച്വലി പരീക്ഷ നടത്തുന്നത്. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നുള്ളതാണ്. പ്രയോജനമില്ല എന്നുള്ളത് മാത്രമല്ല, എന്താ പ്രയോജനം? +2 എല്ലാവർക്കും സീറ്റ് കിട്ടും. അതിന് എല്ലാവർക്കും കൊടുക്കാൻ സീറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു, 90-ഉള്ളവനും 100-ഉള്ളവനും A+ കൊടുക്കുന്നു. അവനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ അനാവശ്യമായ കോമ്പറ്റീഷൻ അവിടെ വീണ്ടും വരുന്നു അല്ലേ? ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഗവൺമെൻറ് എടുത്ത് സീറ്റ് ഉണ്ടോ? എസ്പെഷ്യലി ഉത്തര മലബാർ റീജിയണിൽ വന്ന സീറ്റില്ല. ഇനി എന്താ സംഭവിക്കുക? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം, നീറ്റോ JEO CUT ഒക്കെ എഴുതാൻ പോകുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികൾ 8 നിലയിൽ പൊട്ടുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 2500 കുട്ടികൾ മലയാളികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയെങ്കിൽ കഴിഞ്ഞ വർഷം അത് 340 കുറഞ്ഞു. എന്താ കാരണം? നമ്മുടെ കുട്ടികൾ CUT എന്ന പരീക്ഷ വന്നപ്പോൾ 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ് കാരണം. ഇത് വളരെ വേദനാജനകമായ റീസണാണ്. ഇവിടോട്ട് നമ്മളെ കുട്ടികളെ കൊണ്ടുവരുന്നത് ആരാണ്? ഈ പരീക്ഷാ പേപ്പറുകൾ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഇത്തരമൊരു പോളിസി വിദ്യാഭ്യാസ രംഗത്ത് നിലനിർത്തുന്ന ആളുകളാണ് നമ്മുടെ കുട്ടികളെ നശിപ്പിച്ച് കളയുന്നത്. നാളെ നമ്മുടെ ഒരു വിഭാഗം കുട്ടികൾ ഒന്നിനും കൊള്ളാത്തവരായി മാറിക്കഴിഞ്ഞാൽ, നാളെ നമ്മുടെ കുട്ടികളുടെ ഡിഗ്രിക്ക് പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ, നാളെ നമ്മുടെ കുട്ടികൾ IITയിലും NITയിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പോയി പഠിക്കേണ്ട നമ്മുടെ കുട്ടികൾ എത്തേണ്ടടുത്ത് എത്തിയില്ലെങ്കിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? കുറ്റം പറയേണ്ടത് ഒരിക്കലും കുട്ടികളെയല്ല, ഈ തല്ലിപ്പൊളി പരീക്ഷകൾ ഉണ്ടാക്കി വിടുന്ന, എന്നിട്ട് എല്ലാവർക്കും വാരിക്കോരി മാർക്ക് കൊടുക്കുന്ന ആളുകളെയാണ് കുറ്റം പറയേണ്ടത്. അപ്പോൾ ദ റൂട്ട് കോസ് ഈസ് ദാറ്റ്. എനിക്ക് സൊസൈറ്റിയോട് സമൂഹത്തോട് പറയാനുള്ളത്, ഈ ഒരു ചതിക്കുഴിയിൽ നമ്മൾ വീഴരുത് എന്നുള്ളതാണ്. നമ്മൾ മാർക്ക് കിട്ടുന്നിടത്തൊക്കെ നമ്മൾ വലിയ മാർക്ക് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമായി കാണാം. മാർക്ക് കിട്ടണം, നമ്മൾ അർഹിച്ച മാർക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കിട്ടണം. അതിനുവേണ്ടി പഠിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയും വേണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം. പക്ഷേ തലേ ദിവസം യൂട്യൂബ് ലൈവ് മാത്രം കണ്ട് മാർക്ക് കിട്ടാവുന്നൊരവസ്ഥയിലോട്ട് നമ്മുടെ പരീക്ഷകൾ അധപതിച്ചെങ്കിൽ അത് ഏതെങ്കിലും യൂട്യൂബർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, യൂട്യൂബ് ചാനലുകളെയോ അത് നടത്തുന്ന ഇൻഡിവിജ്വൽസിനെയോ അത് നടത്തുന്ന 8 കമ്പനികളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് കുറ്റക്കാർ എക്സാം സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ദുരവസ്ഥക്കെതിരെ തീർച്ചയായും നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് അവതാളത്തിലാവുന്നത് മനസ്സിലാക്കുക. വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ ശക്തമായി തുടരണമെന്നാണ് കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും വളരെ പ്രധാനമാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ ഉള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ അധ്യാപകരിലോട്ടും വിദ്യാഭ്യാസ പ്രവർത്തകരിലോട്ടും കുട്ടികളിലോട്ടും രക്ഷിതാക്കളിലോട്ടും ഈ വീഡിയോ എത്തിക്കുക. ഓക്കെ, താങ്ക്സ് ലോട്ട്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.